മോളുടെ ഇൻട്രസ്റ്റോട് മാത്രമല്ല പയ്യനെ ഞാൻ സ്റ്റഡി ചെയ്തു. ഈസ് ബ്രില്യന്റ്. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. എനിക്കറിയില്ലേ സാറിന്റെ ബുദ്ധി. ഇപ്പൊ ബെന്നിയുടെ കാര്യം ഞങ്ങളങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വക്കീൽ സാറിന് അറിയില്ലേ? ഓ അറിയാം. ആ എന്നാ സാറ് ചെല്ലേ. അപ്പോ പറഞ്ഞ പോലെ കൃത്യസമയത്ത് തന്നെ എത്തണം. ഓക്കെ സാർ. ആ ബെന്നി, ഇവളുടെ ഒരു നിർബന്ധം, നിങ്ങളുടെ കല്യാണം ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട്. ഞങ്ങളുടെ വളരെ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, എന്റെ ഇവളുടെ. ബെന്നി കുട്ടികളെയും കൂട്ടി വരണം. അല്ല പിന്നെ 7:30 മുനിസിപ്പൽ എഞ്ചിനീയറെ കണ്ട് ഈ പ്ലാൻ ഒന്ന് അപ്രൂവ് ചെയ്യിക്കണമായിരുന്നു. അതൊരു 10-15 മിനിറ്റല്ലേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഡാഡി ഇന്നിപ്പോ അതിന് പോയില്ലെങ്കിൽ എന്താ? നോ, വർക്ക് ഈസ് മണി. ജോലി കഴിഞ്ഞിട്ടുള്ള പാർട്ടിയൊക്കെ മതി. ഓക്കെ, പറഞ്ഞ പോലെ. പിന്നെ കുറച്ച് നേരത്തെ വരെ നോക്കണം. ഓക്കെ. അത് കൊള്ളാം. ആരും ഇതുവരെ റെഡിയായില്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലേ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞങ്ങള് വരുന്നില്ല. അതെന്താ? ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? ആ പിശാചാന്റിയുടെ പാർട്ടിക്ക് പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അനു, ഇങ്ങനെയാണോ ചാച്ചനോട് സംസാരിക്കുന്നേ? ഞങ്ങള് പോവൂല പാർട്ടിക്ക്. ഞാൻ എത്ര പറഞ്ഞതാന്നറിയോ ഇവരോട്? കേക്കണ്ടേ? നിങ്ങൾ വരുന്നില്ല, ചാച്ചനും പോണില്ല പാർട്ടിക്ക്. എല്ലാം ഒരുക്കി ആ കുട്ടി കാത്തിരിക്കുമ്പോ ഇപ്പൊ പോകാതിരിക്കാന്ന് വെച്ചാ പാർട്ടിക്ക് പോണം. പാർട്ടിക്ക് പോവാൻ ഞാൻ എപ്പോഴേ റെഡിയായി നിൽക്കുന്നു. താനെന്തിനാ റെഡി ആയിരിക്കുന്നത്? അല്ല, കുട്ടികൾക്ക് പോണോന്ന് പറഞ്ഞു, ഞാൻ റെഡിയായി. ആ, കുട്ടികൾ വരുന്നില്ല, അതുകൊണ്ട് ഞാനും പോണില്ല. വാട്ട് ഈസ് ദിസ്? ഭാവി വധു ഒരു പാർട്ടിക്ക് ക്ഷണിക്കുമ്പോ പോകാതിരിക്കുന്നത് മാനേഴ്സ് അല്ല. ഈ വീട്ടിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൊണ്ടുപോകുന്നു, അവിടെ ജസ്റ്റ് 5 മിനിറ്റ്സ് തിരിച്ചുകൊണ്ട് വരുന്നു. സേഫ്. എഴുന്നേക്ക്, എഴുന്നേക്ക് പറ്റി, എഴുന്നേക്ക്. ചാച്ചൻ ഇവിടെ വന്നേ ഭക്ഷണം കഴിക്കൂ. ഞാനും ഹായ് ചേച്ചി. എവിടെയായിരുന്നു ബെന്നി? യു ആർ വെരി ലേറ്റ്. അത് കുട്ടികൾ വന്നില്ല. അവർ വന്നില്ലെങ്കിൽ വേണ്ട, ബെന്നി ഇങ്ങോട്ട് വന്നേ. റൂഫ് ഗാർഡനിലാണോ? ഹായ് റാം. Come on, change your dresses. അയ്യോ, ബെന്നി ഇങ്ങനെയാണോ പാർട്ടിക്ക് വരണേ? എന്റെ സെലക്ഷനാ. എങ്ങനെയാണോ നോക്കിയേ? എനിക്ക് വയ്യ ഇതൊന്നും ഇട്ടോണ്ട് വരാൻ. ബെന്നി പ്ലീസ്, സമയമില്ല, പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം. എല്ലാരും ബെന്നിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം പ്ലീസ്. ഇത് വേണ്ട സാർ. അല്പം മുമ്പ് ബിയറാണ് കഴിച്ചത്. ഇതെന്താ? റമ്മാണ് സാർ. ആയിക്കോട്ടെ സാർ. സോഡ? നോ നോ നോ, നീറ്റ്. അത് പറ്റത്തില്ല, ഞങ്ങൾ വിട്ടിട്ട് പോയാൽ മതി ചേട്ടൻ. ആ പിന്നെ രാവിലെ വണ്ടി എനിക്ക് പഠിക്കാൻ തരണം. യു ആർ ഡ്രൈവിംഗ്. എന്താണ്? അയ്യോ ചേട്ടൻ പ്രശ്നമാക്കണ്ട, കുടിച്ചിട്ട് നിൽക്കുക. എവിടുന്ന് വരുന്നു? Dear friends, meet my daughter Nancy and my would-be son-in-law Mr. Benny. I want to speak about driving. No. Okay. Benny, this is Rajan Menon, Managing Director, Western Group of Hotels. Hello. Hello. I am Mr. Ambadi Unni, Managing Director and Principal of Ambadi Driving College, only for ladies. See, this hotel business, get lost. This share business, full loss. What is you? I don't push me. ഇത് നമ്മുടെ വിമൻസ് ക്ലബ് സെക്രട്ടറി ലാലി. ഇത് മഞ്ജു തോമസ്. ഇതേതാ സ്ഥലം? വീടെത്തി, ഇറങ്ങണം. നല്ല വിശപ്പുണ്ടല്ലോ. എന്താ മുങ്ങിയപ്പോലെ നോക്കുന്നു? കുട്ടികള് ഭക്ഷണം കഴിച്ചോ? ഇല്ല, അവര് വഴക്കാന്ന് പറഞ്ഞു പോയി കിടന്നുറങ്ങി.
ചാടിവാ ചാടിവാ. ഗേറ്റ് തുറന്നാ കിടന്നത്. എന്താ വണ്ടി പോകാ? വണ്ടി അടിച്ചോണ്ട് പോകുന്ന CC കാരാണോ? ആ ടയറില്ലാതെയാണോ വണ്ടി അടിച്ചോണ്ട് പോണത്? ചേടാ ടയറ് വേണല്ലേ? ആ എങ്കി വാ. എവിടെ ടയർ? ആ എടുക്ക്. ഉണ്ണിയങ്കിൾ, ഉണ്ണിയങ്കിൾ, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഉണ്ണിയങ്കിളിനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. എന്റെ സ്റ്റുഡൻസ്. ഞാൻ ഡ്രസ് ചെയ്ത് താഴേക്ക് വരാം. ഡ്രസ് ചെയ്തല്ലേ ഇരിക്കുന്നേ? ഇത് ഇന്നലെ ഇട്ട ഡ്രസ്സാ. ഓ, ഉം. ആ. ആരുടെ ആശാന്റെ വണ്ടി കൊണ്ട് പോണത്? എന്റെ കൈ കൊണ്ട് ചാവണ്ടെങ്കിൽ വണ്ടി കിടന്നെടുത്തോണ്ടിടാ. എന്താടാ എന്താ അടുക്കരുത് അടുക്കരുത്, ഞാൻ ചെയ്ത നീ ശബ്ദം. അയ്യോ ആശാനേ, ആശാനേ, വണ്ടി CC കാര് കൊണ്ട് പോയേ. അയ്യോ അത് ഉണ്ണിയങ്കിളുടെ ശബ്ദാ. എവിടെ? ആ കുടുങ്ങി. എന്ത് കുടുങ്ങി? ഒന്നും കുടുങ്ങില്ല. പുറത്തു പോ. ആശാനേ, ഇത് ആരൊക്കെയാ കാണാൻ വന്നിരിക്കണെന്ന് നോക്കിയേ. ഇവർക്ക് ഉണ്ണിയങ്കിളിനെ കണ്ടേ തീരൂന്ന്, അതാ കൊണ്ടുവന്നെ. പാവം ഉണ്ണിയങ്കിള്. ഉണ്ണിയങ്കിളിനി വീട്ടിലേക്ക് വരില്ലേ? പിന്നെ ഉണ്ണിയെങ്കില് സ്റ്റിച്ചൊക്കെ എടുത്ത് മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരും. മുറിവ് മിക്കവാറും പഴുക്കാനാണ് സാധ്യത. എങ്കിൽ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. എവിടെയാ മുറിവ്? അതുപോലെ ഇവിടെ ഷാജ് വന്നിട്ടുണ്ട്. അങ്ങനെ പറയരുത് ടിനു. നാൻസി, ഞാനിതൊന്ന് തീർത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് വരാം. അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യാം. അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കണ്ടേ? അത് ഞാൻ എങ്ങനെയുണ്ട് ഉണ്ണിയങ്ങളില്? ഹായ് ബേബീസ്. ഹായ് ബേബി. They don't have any manners. ബെന്നി അവരൊന്ന് വിഷയം പോലും പഠിപ്പിച്ചിട്ടില്ല. അത് അവർക്ക് കൂടി തോന്നണ്ടേ? അപ്പോ എന്നെ കണ്ട വിഷയം തോന്നുന്നില്ല? ആ എങ്കിലും അതൊന്നും അറിയണമല്ലോ. ഏയ്, നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത്? ഇനി മുതൽ അങ്ങോട്ട് ഞാനാ നിങ്ങളുടെയൊക്കെ മമ്മി. ദാ മമ്മി സിനിമയല്ലേ? അതിലെ മമ്മിയാ. എന്ത് വിളിച്ചതാ? തൊട്ടുപോരുത്. നീ ആരാ എന്നോട് പറയാൻ? വേലക്കാരി അവിടെ നിന്നാ മതി. ഇത് വേലക്കാരിയല്ല, ഞങ്ങളെ ചേച്ചിയാ, ഞങ്ങളുടെ അമ്മയെ പോലെയാ. We hate you. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്ത് പറഞ്ഞു നീ? തൊട്ടുപോരുതെന്നല്ലേ പറഞ്ഞേ? നീ പറഞ്ഞ ഞാൻ കേൾക്കണോ അല്ലേ? എന്താ ഇവിടെ? ഇവര് ഞങ്ങളെ അടിക്കുന്നു. ബെന്നി, ആരാ ഇവള്? സെൻഡ് ഹർ ഔട്ട്. സാക്ക് ഹർ നൗ. എന്താ കാര്യം പറ. ഈ കുട്ടികൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. അപ്പൊ ഇവൾ എന്റെ മേക്കിട്ട് കയറാൻ വരിക. ഇവളാ ഈ കുട്ടികളെ ചീത്തയാക്കുന്നേ. ഇപ്പൊ ഇവളെ പറഞ്ഞു വിടണം. എന്താ ഇനി ഉണ്ടായത്? ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസാവുന്നില്ല? എനിക്കിപ്പൊ അറിയണം, ഇവൾ ഇവിടുത്തെ ആരാ? വേലക്കാരിയോ അതോ? നാൻസി പ്ലീസ്, കുട്ടികളുടെ മുമ്പ് വെച്ച് ഇങ്ങനെ. കുട്ടികളല്ല എനിക്ക് പ്രശ്നം. ബെന്നി ഇവളെ പറഞ്ഞു വിടുന്നോ ഇല്ലയോ? ആനി പോയാ ഇവരുടെ കാര്യം ആര് നോക്കും? കുട്ടികൾക്ക് അവളെ ഇഷ്ടാ. കുട്ടികളെ നോക്കാൻ ഞാൻ വേറെ ആളെ കൊണ്ടുവരാം. അപ്പോഴോ? അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. സോ പ്ലീസ്. അപ്പോ ഇവളെ പറഞ്ഞു വിടില്ല അല്ലേ? എന്നേക്കാൾ അത് തീരുമാനിക്കേണ്ടത് കുട്ടികളാ. ഇപ്പൊ ആനി ഇവിടുന്ന് പോകുന്നില്ല. I will show you. ഞാൻ കാരണം? ആരും കാരണമല്ല. ഈ കുട്ടികളാ എനിക്കെല്ലാം. ഇവരെ നോക്കുന്ന ഒരു പെണ്ണിന് ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല.